ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കിത് റേഷൻ കടയിൽ നിന്ന് 1 കിലോ മണിക്കടലയാണ് കിട്ടിയിട്ടുള്ളത്. ആ മണിക്കടല കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് പകരം മമ്പയറാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പം ഈ മണിക്കടല വെച്ചിട്ടുള്ളൊരു പുഴുക്കാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിപ്പം പുട്ടും കടല അങ്ങനത്തെ ആ ഒരു രീതി മാത്രമുള്ള ഈ ഒരു കടല കൊണ്ട് മിക്ക ആൾക്കാർക്കും അറിയാം. പിന്നെ മസാല കടലയൊക്കെ അറിയും, പക്ഷെ അതാരും അങ്ങനെ വെക്കൂല. നമ്മളും കടല അധികം വാങ്ങി വെക്കാറുമില്ല വീട്ടിൽ. അപ്പോൾ നമുക്കിപ്പോൾ 1 കിലോ കടല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലും കീസിലിരിക്കണം. കാരണം നോമ്പിനാണത് കിട്ടിയത്. നോമ്പിന് ഈ കടല വെച്ചിട്ടൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ കുട്ടികൾക്ക് 4 മണിക്ക് ഒരു ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാനത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, അധികം മുളകും നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കുറേ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ കുറേ ഇട്ടിട്ട് മസാലയാക്കിയിട്ട് നല്ല സ്പൈസി ആക്കി കഴിക്കാനാണ് ആഗ്രഹം. പക്ഷേ ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ അധികം എരിവില്ലാതെ മസാലകളൊന്നും ഇടാത്ത ഫുഡുകളാണ് കഴിക്കുക. ഈ സൗദികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കും അതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം. ഞാനൊരു 500 ഗ്രാം കടലയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടത്. അത് നന്നായിട്ട് കഴുകി അരിച്ച് ചിലപ്പോൾ ചില കടലിൽ കല്ലുണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ച് നോക്കണം. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കടല പൊതിരുമ്പോൾ ഈ പാത്രം നിറയും. അപ്പോൾ അതിന് ഫുള്ളും വെള്ളം ഒഴിക്കണം. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചത് അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം കടല ഇത്ര നിറഞ്ഞു വന്നു. അപ്പം ഈ കടല നമുക്ക് ഇനി കഴുകൊന്നും വേണ്ട. ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കുക്കറിലേക്ക് ഇട്ട് വേവിക്കുകയാണ്. ഇതിലേക്ക് ഉപ്പും വെള്ളം കുറച്ചും കൂടെ അധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കണം. ഒന്ന് ചീറ്റിയിട്ട് ഒരു അരമണിക്കൂർ സിമ്മിൽ വെച്ചാൽ മതി. എന്നാൽ പിന്നെ സാവധാനം ആ വെള്ളം വറ്റി വെന്തോളും. ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരു അല്പം പോലും വെള്ളമില്ല. അപ്പോൾ കടല വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് നമ്മുടെ കുക്കറൊന്ന് ഇളക്കി നോക്കണം വെള്ളം വറ്റിയിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഇളകുന്നതാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. അത് ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ തൊലി പൊളിച്ചിട്ട് നമുക്കത് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതങ്ങനെ തൊലി ഇങ്ങനെ മാറ്റിയെടുക്കണം. ഞാൻ ആ 3 കിഴങ്ങും മാറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല വേഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറുതായി കഷ്ണം മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് അധികം മസാലകളോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. മക്കൾക്കായാലും അതുപോലെ വലിയവർക്കായാലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പുഴുങ്ങി വെച്ച ആ ഒരു ഉരുളൻകിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചുമക്ക മൂക്കൊന്നും വേണ്ട, ഈ ഒരു കളറിലെ മതി. ഞാനതിലേക്ക് അല്പം കരിവേപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കറിക്കൊക്കെ തൂമിക്കണ മാതിരിയൊന്നും തൂമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ കടല പുഴുങ്ങി വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളി വഴറ്റിയതും കറിവേപ്പും കടലി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറഞ്ഞൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം തീരെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ആ പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങ് കഷ്ണം മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിനുള്ള കഷ്ണങ്ങളാണ് വേണ്ടത്. ചെറിയ കഷ്ണങ്ങളാക്കി അത് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തത്. ഇനി ഇത് അതിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതേപോലെ എല്ലായിടത്തും ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി മൂപ്പിച്ച ഉള്ളി എല്ലാത്തിലെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഇടുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ആ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ മല്ലിച്ചപ്പും ആണ് ഞാനിതിലേക്ക് ഇടുന്നത്. നമ്മൾ ഇത് കോരി കഴിക്കുമ്പോൾ ഈ മല്ലിച്ചപ്പ് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പം അത് കുറച്ചധികം മല്ലിച്ചപ്പ് ഇടാൻ എൻ്റെ അടുത്ത് കുറച്ചുള്ളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ കുരുമുളക് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ നമ്മൾ കടല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കുറച്ച് കട്ടൻ ചായ ഉണ്ടെങ്കിൽ എന്താ ടേസ്റ്റ്. 4 മണിക്കൊക്കെ ചായക്കടിയായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.